ഇതാ ചോറുണ്ണാൻ ഇത് മാത്രം മതി. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു സവാള ചട്നിയുടെ റെസിപ്പിയാണ്. കുറച്ച് ദിവസത്തേനൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കാനും പറ്റും. ഡെയിലി പൊതിച്ചോറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു ചട്നി റെസിപ്പി കൂടിയാണ്. ഇത് മാത്രമായിട്ട് ചോറിനകത്തൊന്ന് പുരട്ടി കഴിച്ച് കഴിഞ്ഞാൽ വേറെ എന്ത് കറി ഉണ്ടെങ്കിലും നമ്മൾ എടുക്കത്തേയില്ല. അതുപോലെ ടേസ്റ്റിയുള്ളൊരു ചട്നി റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു 7 സവാള എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോളം വരുന്നുണ്ട്. സവാള നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളമില്ലാതെ എടുക്കണം. ഇനി ആ സവാളയുടെ വെള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കുറച്ച് വലുപ്പത്തിലായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് ചുറ്റണം, അതുകൊണ്ട് വലിയ ജാർ തന്നെ എടുക്കുക. ഇതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാന്ന് വെച്ചാൽ പൾസ് മോഡിൽ അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു വരരുത്. ഒരു 4-5 പൾസ് അടിച്ചാൽ മാത്രം മതി. ഇതാ ഇതുപോലെ ഒരുപാട് അരയാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. 1/2 സ്പൂണിന് ഒരല്പം കുറവായിട്ട് ഉലുവ ചേർക്കുക. ഇനി 1 സ്പൂൺ ഫുള്ളായിട്ട് കടുക് കൂടെ ചേർക്കുക. 1 സ്പൂൺ ഫുള്ളായിട്ട് മല്ലി ചേർക്കുക. ഇനി ഒരു 1/4 സ്പൂണ്, അതായത് നല്ല ജീരകം, ചെറിയ ജീരകം ചേർക്കുക. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒട്ടും മുന്നേ നിൽക്കത്തില്ല, ജീരകം ചേർത്തിരിക്കണം. ഇനി ഒരു 3-4 കറിവേപ്പില ചേർക്കുക. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ചെറിയ തീയിലിട്ട് നല്ലവണ്ണം ഇത് മൂപ്പിച്ചെടുക്കണം. പകുതി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം ഒരൈറ്റം കൂടി ചേർക്കാനുണ്ട്. ഇളക്കിക്കൊണ്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. കടുകൊക്കെ ചെറുതായത് കാരണം കടുക് മാത്രമായിട്ട് മൂത്ത് പോകരുത്. ഇനി ഇതിനകത്ത് ഒരൈറ്റം കൂടി ചേർക്കാനായിട്ടുണ്ട്. ഇത് പകുതി മൂത്തതിന് ശേഷം വേണം ചേർക്കാനെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇത് പകുതി മൂത്തത് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ കളർ കുറേശ്ശായിട്ട് മാറാനായിട്ട് തുടങ്ങും. ഇതാ കറിവേപ്പില ഒന്ന് വാടി വന്നിട്ടുണ്ട്, അതായത് ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചേർക്കേണ്ടത് 1/2 സ്പൂണോളം വലിയ ജീരകം, പെരുംജീരകം ചേർക്കുക. ഇനി ബാക്കി ഇത് മൂപ്പിച്ചെടുക്കണം. ഉലുവയും മല്ലിയും ഒക്കെ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങും. കടുകൊന്ന് പൊട്ടാനായിട്ട് തുടങ്ങും. അതുവരെ ഇത് ഇളക്കിയെടുത്തുകൊണ്ട് മൂപ്പിച്ചെടുക്കണം. ഇതാ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടുന്ന സൗണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാ കടുക് ചെറുതായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ വറുക്കണം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് മാറ്റി വയ്ക്കാം. വീണ്ടും ചൂട് കട്ടിയുള്ള പാത്രം തന്നെ വയ്ക്കുക. നല്ലെണ്ണ ഒഴിക്കാനായിട്ട് നോക്കണം. കുറച്ച് ഏറെയായിട്ട് ഒഴിക്കണം. ഒരു 3/4 കപ്പോളം നല്ലെണ്ണ ഒഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നല്ലെണ്ണയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. കുറച്ചേറെ വറ്റൽമുളകോടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഒരു 1/2 സ്പൂണോളം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി മൂത്തതിന് ശേഷം വേണം അടുത്ത ചേർക്കാനായിട്ട്. ഇത് ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് അരച്ചു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കേണ്ടത്. ഇഞ്ചി മൂക്കാതെയാണ് സവാള ചേർക്കുന്നെങ്കിൽ സവാളയുടെ വെള്ളമയം കാരണം ഇഞ്ചി ഇനി ഇത് മൂക്കത്തില്ല. ആ ഇഞ്ചിയുടെ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ കുത്തും. അതുകൊണ്ട് ഇഞ്ചി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം സവാള ചേർക്കാനായിട്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയുടെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം. നന്നായിട്ട് വഴന്നും കിട്ടണം. ഇനി തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കുക. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഉപ്പും ചേർത്തിട്ട് ഇനി ഇളക്കിയെടുക്കുക. ഈ വെള്ളമയമൊക്കെ വറ്റി കിട്ടാനായിട്ട് ഒരല്പം സമയം എടുക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണമെന്ന് മാത്രം, ചൂട് കട്ടിയുള്ള പാത്രമായിരിക്കണമെന്ന് മാത്രം. ഈ ഒരു ചട്നിക്ക് പകുതി സവാളയും പകുതി ചെറുള്ളിയുടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പറ്റുന്നുണ്ട് എങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതാ സവാളയുടെ വെള്ളമയൊക്കെ വറ്റി നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. സവാളയൊക്കെ ഇങ്ങനെ മടങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണയൊക്കെ എണ്ണ വിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ വഴറ്റിയെടുക്കണം.
ഇനി ഇതിൽ ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കായപ്പൊടിയാണ് ഇനിയും ചേർക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ കായപ്പൊടി. ഇനിയും കുറച്ചേറെ കറിവേപ്പില ചേർക്കുക. ഇനി മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ്. ഇതിനൊരു അത്യാവശ്യം എരിവുണ്ട്. 1.5 സ്പൂണാണ് ചേർക്കേണ്ടത്. കുറച്ചുകൂടെയൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പകുതി കാശ്മീരിയും പകുതി എരിവുള്ള മുളക് പൊടിയുമായിട്ട് ചേർത്താലും മതി. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടിയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടുകയും വേണം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. എണ്ണയൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. കുഴഞ്ഞിരിക്കുന്ന കാരണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. സൈഡിലൊക്കെ എണ്ണ നന്നായിട്ട് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, വാളൻ പുളി. അതൊഴിക്കാം. ഇനി വീണ്ടും ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അതായത് ഉള്ളിക്ക് ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം വരണം. ആ രീതിയിൽ വെള്ളം ഒഴിക്കുക. ഇനി ഈ പുളിയുടെ പച്ച ടേസ്റ്റ് മാറണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഈ പുളിവെള്ളത്തിനകത്ത് ഈ സവാളയെല്ലാം നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് വഴന്ന് കിട്ടണം. സവാളയൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ പുളിയൊക്കെ ചേർത്ത കാരണം കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യം വരും. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ ആ വെള്ളമയം ഒന്ന് വറ്റി എണ്ണയൊന്ന് തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടൊന്ന് മൂടി വെച്ചാൽ മതി. മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് മൂടി വെക്കരുത്. അടപ്പൊന്ന് പകുതി മൂടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ 1-2 പ്രാവശ്യം ഒന്ന് ഇടയ്ക്ക് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ മൂടി വയ്ക്കാവൂ. ഫുള്ളായിട്ട് മൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആവി തട്ടിയിട്ട് ആ വെള്ളം വീണ്ടും ഇതിനകത്തോട്ട് വീഴും. ഇതുപോലെ നല്ലവണ്ണം എണ്ണ തെളിയുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. മൂടി വെച്ചോ മൂടി വെക്കാതെയോ നിങ്ങൾക്ക് വഴറ്റിയെടുക്കാം. ഇത് നല്ലവണ്ണം എണ്ണ തെളിയണം. അത് മുഖ്യമാണ്. ഇതിനകത്ത് എണ്ണ തെളിയും തോറും ഇതിങ്ങനെ ഡാർക്ക് ആയിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ കളറ്. ഇനി പൊടി ചേർക്കണം. അത് ഇതുപോലെ എണ്ണ തെളിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ആ പൊടി പൊടിച്ചു വെച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഫുള്ളായിട്ട് ശർക്കരപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതോടെ ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് ശരിക്കും ബാലൻസ് ആവുന്നത്. ശർക്കര ഇടാനായിട്ട് നിവർത്തിയില്ലെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കുക. ശർക്കര ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും നല്ല ഡാർക്ക് കളറും കിട്ടുകയും ചെയ്യും. പൊടി ചേർത്തതിന് ശേഷം അല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഹൽവയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എണ്ണയും ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടൊക്കെ ഇങ്ങനെ വരത്തില്ലേ, അതുപോലെ ഇത് മടങ്ങി വരുന്നതായിട്ട് കാണാം. അതുവരെ ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നമ്മളിത് ഉണ്ടാക്കി ഉടനെ കഴിക്കുമ്പോൾ ആ ഉലുവയുടെ കയ്പ്പ് ടേസ്റ്റ് നമുക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യും. ഇത് ഉണ്ടാക്കി ഉടനെ അല്ല, അതിന് കുറച്ച് നേരം കഴിഞ്ഞാണ് ഇതിന് നല്ല ടേസ്റ്റ്. അതായത് രാത്രിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് നല്ല ടേസ്റ്റും ആവും, കളറും നല്ല ഡാർക്കാവും, എണ്ണയെല്ലാം നല്ലവണ്ണം മുകളിൽ തെളിഞ്ഞു വരികയും ചെയ്യും. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. നല്ലവണ്ണം തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് വയ്ക്കുക. എണ്ണയൊക്കെ നല്ലവണ്ണം തെളിയും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അച്ചാർ പോലെ തന്നെ ഓരോ പ്രാവശ്യവും എടുക്കുന്ന സ്പൂണ് ഒട്ടും വെള്ളമയമില്ലാതെ ഡ്രൈ ആയിരിക്കണം. കഴിവതും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത് തന്നെ ഒന്ന് ചെറു ചൂടുള്ള ചോറിനകത്ത് ഇങ്ങനെ ഉരുട്ടി കഴിക്കുവാണെങ്കിൽ വേറെ എന്ത് കറി ഉണ്ടെങ്കിലും നമ്മളത് എടുക്കത്തേ ഇല്ല. അതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.